ഇത് കണ്ടില്ലേ, നമ്മുടെ ഐഫോണിൽ ഇതേ രീതിയിൽ അടിപൊളി ലുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ലുക്ക് എന്ന് മാത്രമല്ല, വ്യത്യസ്തമായ പല രീതിയിലുള്ള ലുക്കുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് നമ്മുടെ ഐഫോണിൽ വിഡ്ജറ്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ പുതിയതാണെങ്കിൽ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും കൂടുതൽ വിശദീകരിച്ച് വഷളാക്കുന്നില്ല. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിന് ഇങ്ങനെയുള്ള കിടിലൻ ലുക്കുകൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്മോൾ, മീഡിയം, ലാർജ്, സ്ക്രീൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അഥവാ നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ, ലാർജ് വിഡ്ജറ്റ്, മീഡിയം വിഡ്ജറ്റ്, സ്മോൾ വിഡ്ജറ്റ് എന്നിങ്ങനെയുള്ള ആ കാറ്റഗറിയിലുള്ള നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഐലൻഡുള്ള സ്ക്രീനുകൾ ഉപയോഗിക്കുന്ന ഫോണുകളാണെങ്കിൽ അതിലേക്കുള്ള വിഡ്ജറ്റും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ട്രാൻസ്പെറൻറ്റ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രാൻസ്പെറൻറ്റ് എന്ന് കാണുന്നത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു സ്യൂട്ടബിൾ ആവുകയുള്ളൂ. അഥവാ ഈ കാണുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിനോട് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് വിഡ്ജറ്റുകൾ വരികയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ബ്ലാങ്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ അതും ഏറ്റവും അവസാനത്തിലുള്ള ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് സെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ട് ഭാഗത്തും ഇതേ രീതിയിൽ സെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. ആദ്യം ഞാൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നു. ഇനി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ വിഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ സ്മോൾ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് അത് സെലക്ട് ചെയ്യാം. ശേഷം ആഡ് വിഡ്ജറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നിരവധി വിഡ്ജറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇതിൻ്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം. നിരവധി കളറുകൾ അവൈലബിൾ ആണ്. അതേ രീതിയിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് കളറ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് വേണമെങ്കിൽ അത് ചെയ്യാം. അതല്ല, നമുക്ക് ട്രാൻസ്പെറൻറ്റ് നമ്മുടെ വാൾപേപ്പറിനോട് സെറ്റ് ആവുന്ന രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു സ്ക്വയർ ആയിട്ടുള്ള രണ്ടാമത്തെ ഐക്കൺ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ ആയതുകൊണ്ട് ഏത് ഭാഗത്താണ് സ്ക്രീനിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള വാൾപേപ്പറുകൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പർ ലെഫ്റ്റ് അഥവാ മുകളിലെ ലെഫ്റ്റ് ഭാഗത്താണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്ത അതേ വാൾപേപ്പറിന് മാച്ച് ആവുന്ന രീതിയിൽ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാൾപേപ്പർ ഏതാണോ അതേ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം. ശേഷം സേവ് എന്നുള്ളത് കൊടുക്കാം. സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് വാച്ച് വീഡിയോ ടു അൺലോക്ക് ഫോർ അവർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഒരു 30 സെക്കൻഡിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതല്ല, വീഡിയോ ഒന്നും കാണാനുള്ള ക്ഷമ നിങ്ങൾക്കില്ല എങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനാവശ്യമായ പണം നിങ്ങൾ നൽകേണ്ടി വരും. ഞാൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കുറച്ച് സമയം പോയാലും പ്രശ്നമില്ല. അപ്പോൾ എനിക്കിവിടെ ലിമിറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഒരു ദിവസം ഇത്ര എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞത് കാരണം എനിക്ക് നാളെയാണ് ഇത് ആഡ് കണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി നിരവധി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിവിടെ വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും. ജസ്റ്റ് അത് പൂർണ്ണമായി പ്ലേ ആവുന്നത് വരെ ഒരു സെക്കൻഡ് ഇവിടെ മുകളിലായിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഒരു 30 സെക്കൻഡ് വരെ. ആ ഒരു 30 സെക്കൻഡ് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം അവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലോസ് ചെയ്ത് കൊടുക്കുക. ശേഷം സേവ് ആവുന്നതായിരിക്കും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായത് ലാർജ് ആണെങ്കിൽ ലാർജ്, മീഡിയം ആണെങ്കിൽ മീഡിയം എല്ലാം തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്യുമ്പോൾ ഓരോ വിഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ ഐക്കൺ ഷാഡോ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ശേഷം സേവ് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി 3 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 വ്യത്യസ്തമായ രീതിയിലുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് വിഡ്ജറ്റ് എന്നുള്ളത് കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് സാധാരണ വിഡ്ജറ്റുകൾ ആഡ് ചെയ്യുന്നത് പോലെ സ്ക്രീനിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക.
ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മുകളിലായി പ്ലസ് ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിലായി തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരോട് കൂടിയ ആ ഒരു വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയം ചെറുതാണോ അതല്ലെങ്കിൽ മീഡിയം ആണോ ലാർജ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ശേഷം ആഡ് വിഡ്ജറ്റ് എന്നുള്ളത് കൊടുത്ത് സാധാരണ ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ ചെയ്യുക. ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് എന്നുള്ളത് കാണാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അത് എവിടെയാണ് വേണ്ടത് എന്നുള്ളത് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് എവിടെയാണ് വേണ്ടത് അത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യാം. ടോപ്പ് ആണെങ്കിൽ ടോപ്പ്, ബോട്ടം ആണെങ്കിൽ ബോട്ടം, അതല്ലെങ്കിൽ സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈസിറ്റ് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ആ ഒരു വിഡ്ജറ്റ് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഞാനിവിടെ നേരത്തെ വാൾപേപ്പർ സെറ്റ് ചെയ്തത് മുകളിലും താഴേക്ക് ആയതിനാൽ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് വർക്കാവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാം, ഇത് ഞാൻ ടോപ്പിലേക്കാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ടോപ്പിൻ്റെ ഒരു വാൾപേപ്പറാണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. ഇനി അതിനെ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് ഞാനതിനെ റൈറ്റ് എന്നാക്കുന്നു, അതുപോലെ ടോപ്പ് എന്നുള്ളത് ബോട്ടം എന്നാക്കുന്നു. ഇപ്പോൾ ഇവിടെ ആ മാജിക്ക് നിങ്ങൾ കാണാം, കണ്ടില്ലേ? നമ്മുടെ വാൾപേപ്പറിന് സൂട്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഡ്ജറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ വിഡ്ജറ്റുകളും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നേരത്തെ ഐക്കൺ റൊട്ടേറ്റ് ആവുന്നതായിട്ട് കണ്ടിരുന്നത് ഇപ്പോൾ ഒന്നും റൊട്ടേറ്റ് ആവുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓരോ ആപ്ലിക്കേഷനും അവിടെ നിന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ? പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള വിഡ്ജറ്റുകളും ക്രിയേറ്റ് ചെയ്യാം. ഹോം സ്ക്രീനിലായാലും ശരി, ലോക്ക് സ്ക്രീനിന് വേണ്ടിയതായാലും ശരി, അതല്ലെങ്കിൽ നമ്മുടെ ഐലൻഡിലേക്കുള്ളത് വേണമെങ്കിലും ശരി, എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു വ്യത്യസ്തമായ ലുക്കിൽ ഐഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനെ ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.